നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്ന് തുടങ്ങും. രാവിലെ 10 മണിക്ക് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും. മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാകാത്തതിനാൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്നത്തെ യോഗം അന്തിമ രൂപം നൽകില്ല. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പൊതു തീരുമാനങ്ങളാകും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുക. ഒരിക്കൽ കൂടി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാനാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള ധാരണ. ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക നൽകാൻ എല്ലാ DCC അധ്യക്ഷന്മാരോടും KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. പല ജില്ലകളിലും ഈ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ചൊല്ലി പരാതികൾ ഉയർന്നു കഴിഞ്ഞു. എറണാകുളവും ഇടുക്കിയുമടക്കം പല ജില്ലകളും തീരുമാനം KPCCക്ക് വിട്ടിരിക്കുകയാണ്. സിറ്റിംഗ് MP ആന്റോ ആന്റണിയുടെ പേര് ഒഴിവാക്കിയുള്ള പട്ടികയാണ് പത്തനംതിട്ട DCC സമർപ്പിച്ചത്. നിലവിൽ DCC പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ DCC അധ്യക്ഷന്മാരായ K ശിവദാസൻ നായർ, P മോഹൻരാജ് എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പേര് മാത്രമാണ് നൽകിയിരിക്കുന്നതെങ്കിലും ആറ്റിങ്കലിൽ 5ഓളം പേരുകൾ അടങ്ങുന്ന പട്ടികയാണ് തയ്യാറായിട്ടുള്ളത്. മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പത്തനംതിട്ടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആന്റോ ആന്റണിയുടെയും ഒഴികെയുള്ള മറ്റെല്ലാ സിറ്റിംഗ് MPമാരുടെയും പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരന്റെ പേര് കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രണ്ടാം സീറ്റിനായുള്ള കേരള കോൺഗ്രസ് അവകാശവാദത്തെ തുടർന്ന് ഇടുക്കി, ചാലക്കുടി സീറ്റുകളിൽ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിക്കാതെ കോൺഗ്രസ് ജില്ലാ ഘടകങ്ങൾ. KPCC നേതൃത്വം സ്ഥാനാർത്ഥികളെ കണ്ടെത്തട്ടെ എന്നാണ് DCCകളുടെ നിലപാട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായുള്ള ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാതലത്തിൽ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക നൽകുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഇടുക്കി DCCയുടെ നിലപാട്. കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസുമായി ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായാൽ ഇടുക്കിയിൽ PJ ജോസഫ് മത്സരിച്ചേക്കുമെന്നാണ് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്ന സൂചനയും. കേരള കോൺഗ്രസ് ഭീഷണിക്കൊപ്പം സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യവുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതും ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കി. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡോ KPCCയോ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് ജില്ലാ ഘടകം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി സീറ്റ് വേണമെന്നാണ് PJ ജോസഫ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. KV തോമസിന്റെ സിറ്റിംഗ് സീറ്റായ എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സമ്മർദ്ദവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KV തോമസ് അടക്കം ആരുടെയും പേര് DCC കൈമാറിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയ സമിതി അന്തിമ നിലപാട് കൈക്കൊള്ളട്ടെയെന്നാണ് DCCയുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി നടന്ന യോഗത്തിൽ K സുധാകരനും K മുരളീധരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് പങ്കെടുത്തത്. യോഗത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇക്കുറി ഗ്രൂപ്പ് അക്കൗണ്ട് ഇല്ലെന്നും വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകമെന്നും നേതാക്കൾ ആവർത്തിക്കുന്നതിന് ഇടയിലാണ് ഗ്രൂപ്പ് യോഗം നടന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിൽ ഇന്നലെ വൈകിട്ട് 6:30 ആരംഭിച്ച യോഗം 8:30 മണിവരെ നീണ്ടു. പ്രതിപക്ഷ നേതാവിന് പുറമെ KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ, പ്രചരണ വിഭാഗം ചെയർമാൻ K മുരളീധരൻ, ശൂരനാട് രാജശേഖരൻ, ജോസഫ് വാഴക്കൻ, ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങി പല പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് നടക്കുന്ന KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് യോഗം ചർച്ച ചെയ്തത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ K സുധാകരൻ മത്സരിക്കുന്നതിൽ ധാരണയായെന്ന് അറിയുന്നു. ഗ്രൂപ്പ് നേതാവ് കൂടിയായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുത്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മുൻമന്ത്രി AP അനിൽകുമാർ യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പുകൾ സജീവമായെന്ന് തെളിയിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുത്ത ഗ്രൂപ്പ് യോഗം. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം R കിരൺ ബാബു, ന്യൂസ് 18. പൊതു തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരാൻ ഇനി അധിക ദിവസമില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കളം ഏതാണ്ട് ചൂടേറി. UDFന്റെയും ഇടതുമുന്നണിയുടെയും കേരള യാത്രകൾ സമാപിച്ചു. ഇനി സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെയും ദിവസങ്ങളാണ്. സിറ്റിംഗ് MP ആന്റോ ആന്റണിയെ ഉൾപ്പെടുത്താതെ പത്തനംതിട്ട DCC സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കിയതോടെ വിവാദങ്ങൾക്ക് തുടക്കമായി. സീറ്റിന്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും എങ്ങനെ സമവായത്തിലെത്തിക്കുമെന്ന ചോദ്യം മുന്നണിക്കാകെയുണ്ട്. അതിനിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ഗ്രൂപ്പ് നേതാക്കൾ നടത്തിയ രഹസ്യയോഗം ഇതിന്റെ സൂചനയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ അടക്കമുള്ളവർ പങ്കെടുത്ത യോഗം എന്ത് ഫലമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാക്കുക? തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പുകൾ സജീവമാകുന്നു. ഗ്രൂപ്പ് പോരില്ലാതെ നടക്കുമോ സ്ഥാനാർത്ഥി നിർണയം? രാഷ്ട്രീയ കേരളം ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയങ്ങളിലൊന്നായിരിക്കും ഇത്.
ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. 7:30 മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. ചോദ്യം ഒരിക്കൽ കൂടി, ഗ്രൂപ്പ് പോരില്ലാതെ നടക്കുമോ സ്ഥാനാർത്ഥി നിർണയം? പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് പങ്കിടുന്ന കാര്യത്തിൽ സിപിഎം തീരുമാനം ഇന്നുണ്ടാകും. സിറ്റിംഗ് സീറ്റുകളിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് കേന്ദ്ര കമ്മിറ്റി ഇന്നലെ തീരുമാനിച്ചിരുന്നു. മറ്റ് സീറ്റുകളിലെ തീരുമാനമാണ് ഇന്നുണ്ടാവുക. പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളായ മുർഷിദാബാദ്, റായ്ഗഞ്ച് ഉൾപ്പെടെ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചത് ഇരു പാർട്ടികളും തമ്മിലുള്ള ചർച്ചയിൽ പ്രതിസന്ധിയുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ചർച്ചയിലൂടെ പരിഹാരം കാണാം എന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കാൻ പോളിറ്റ് ബ്യൂറോ നേരത്തെ അനുമതി നൽകിയിരുന്നു. കേരളത്തിൽ 2 ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് എംപിമാർക്ക് വിജയസാധ്യത മുൻനിർത്തി ഇളവ് നൽകണോ എന്നും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളനുസരിച്ച് ധാരണയും അടവ് നയവും ആകാമെന്നാണ് സിപിഎമ്മിന്റെ പ്രഖ്യാപിത നയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി കൈകോർത്ത് സിപിഎം മത്സരിച്ചു. പൊതു തെരഞ്ഞെടുപ്പിലും ഇതേ ധാരണയുണ്ടാകുമെന്നാണ് തത്വത്തിൽ ധാരണ. സിപിഎം സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് 2 പാർട്ടികൾക്കുമിടയിൽ തർക്കത്തിനും വഴിവെച്ചതായാണ് റിപ്പോർട്ട്. ചർച്ചയിലൂടെ ബംഗാളിലെ തർക്കത്തിന് പരിഹാരം കാണാനാകുമോ? കോൺഗ്രസും സിപിഎമ്മും കൈകോർക്കുമോ? ധാരണയിൽ തീരുമാനമുണ്ടാകുമ്പോൾ അതിന് സിപിഎമ്മും കോൺഗ്രസും ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വരിക 2 പാർട്ടികളും നേർക്കുനേർ പോരാടുന്ന കേരളത്തിലായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഐ സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. ജില്ലാ കൌൺസിലുകളുടെ സാധ്യതാ പട്ടിക സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സാധ്യതാ പട്ടികയിൽ ഉണ്ട്. 4 സീറ്റുകളിലേക്കും 3 പേരുടെ വീതം പട്ടികയാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ കൌൺസിലുകളോട് ആവശ്യപ്പെട്ടത്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവേലിക്കര, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 3 ജില്ലാ കൌൺസിലുകളും പട്ടിക നൽകി. മത്സരിക്കാനില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞെങ്കിലും അദ്ദേഹവും പട്ടികയിലുണ്ട്. കാനം മത്സരിച്ചാൽ തിരുവനന്തപുരം തിരിച്ചുപിടിക്കാമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം. മത്സരിക്കാനില്ലെന്ന് കാനം എക്സിക്യൂട്ടീവ് യോഗത്തെ അറിയിക്കും. കാനം പിന്മാറിയാൽ അടുത്ത സാധ്യത നെടുമങ്ങാട് MLA സി ദിവാകരന്. മത്സരിക്കാൻ ദിവാകരൻ തയ്യാറുമാണ്. എന്നാൽ പേയ്മെന്റ് സീറ്റ് വിവാദത്തിന്റെ പേരിൽ നടപടി നേരിട്ട ദിവാകരന് സീറ്റ് നൽകുന്നതിൽ എതിർപ്പുള്ളവരുമുണ്ട്. ആ നിലപാടുകളോട് നേതൃത്വം യോജിച്ചാൽ ദിവാകരൻ ഒഴിവാക്കപ്പെടും. പിന്നെ സാധ്യത ജില്ലാ സെക്രട്ടറി GR അനിലിന്. ആനി രാജയോ ബിനോയ് വിശ്വമോ മത്സരിച്ചാൽ ജയിക്കാമെന്ന വിശ്വാസമുള്ളവരും നേതൃത്വത്തിലുണ്ട്. കൗൺസിലിന്റെ അഭിപ്രായം മറികടന്ന് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ നേതൃത്വം. മാവേലിക്കരയിൽ സാധ്യത അടൂർ MLA ചിറ്റയം ഗോപകുമാറിന്. 3 ജില്ലാ കൗൺസിലുകളുടെ പട്ടികയിലും ചിറ്റയമാണ് പ്രഥമ പേരുകാരൻ. തൃശൂരിൽ സിറ്റിംഗ് MP ജയദേവൻ തന്നെ സ്ഥാനാർത്ഥിയായേക്കും. KP രാജേന്ദ്രൻ, രാജാജി മാത്യു തോമസ് തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ട്. വയനാട്ടിൽ സത്യൻ മൊകേരിയുടെ പേരിനാണ് മുൻതൂക്കം. PP സുനീർ, വസന്തം തുടങ്ങിയവരും പരിഗണനാ പട്ടികയിലുണ്ട്. സംസ്ഥാന കൗൺസിൽ തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകേണ്ടത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ജമ്മു കശ്മീർ സന്ദർശിക്കും. നിയമസഭാ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പ് സംഘം വിലയിരുത്തും. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം വിലയിരുത്തിയ ശേഷമാകും നിയമസഭാ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിലാണ് സംഘം കശ്മീരിലെത്തുക. തെരഞ്ഞെടുപ്പ് ഓഫീസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം സംഘം നാളെ മടങ്ങും. അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ദേശീയ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ഡൽഹിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, നിർമ്മല സീതാരാമൻ, അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിലെ ഹന്ദ്വാരയിൽ ശനിയാഴ്ച മുതൽ തുടരുന്ന ഏറ്റുമുട്ടലടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. രാഹുൽ ഗാന്ധിയുടെ തട്ടകമായ അമേഠിയിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജയിച്ച രാഹുൽ ഗാന്ധിയേക്കാൾ അമേഠിക്കായി പ്രവർത്തിച്ചത് തോറ്റ സ്മൃതി ഇറാനിയാണെന്ന് മോദി അവകാശപ്പെട്ടു.
തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ തട്ടകമായ അമേഠിയിൽ രാഹുലിനെതിരെ ആഞ്ഞടിച്ചത്. സംയുക്ത സംരംഭമായ ഇന്തോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ആയുധ നിർമ്മാണ കമ്പനി ഉദ്ഘാടനം ചെയ്യാനാണ് മോദി അമേഠിയിലെത്തിയത്. ആയുധ ഫാക്ടറി 9 വർഷം മുൻപ് വരേണ്ടതായിരുന്നുവെന്നും കോൺഗ്രസ് ഇതിനായി ഒന്നും ചെയ്തില്ലെന്നും മോദി ആരോപിച്ചു. 8-9 साल पहले शुरू हो जाना चाहिए था. कोरबा की इस फैक्ट्री को बनाया ही इसलिए गया था कि यहाँ आधुनिक राइफल बनाई जाए, लेकिन इसकी पूर्ण क्षमता का कभी इस्तेमाल ही नहीं किया गया. ലോക്സഭയിലേക്ക് എത്തിയ ആളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തോറ്റ സ്മൃതി ഇറാനി അമേഠിക്കായി ചെയ്തുവെന്ന് മോദി പറഞ്ഞു. പ്രധാനമന്ത്രിയായ ശേഷം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ മോദി എത്തുന്നത് ആദ്യമാണ്. തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചതായുള്ള വാർത്തകൾ സംഘടന നിഷേധിച്ചു. കരളിലെ അർബുദബാധയെ തുടർന്ന് മസൂദ് മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിന് ഇടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പുതിയ വിശദീകരണം. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണമുണ്ടായിട്ടില്ല. അതിനിടെ മസൂദ് അസറിനെ UN സുരക്ഷാ കൌൺസിലിന്റെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ പാകിസ്ഥാൻ എതിർത്തേക്കില്ല എന്നും റിപ്പോർട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദിനെതിരെ രാജ്യാന്തര സമൂഹം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ നിലപാട് മാറ്റം. മറ്റ് രാജ്യങ്ങളുടെ വിമർശനത്തിന്റെ ശക്തി കുറയ്ക്കാൻ ജെയ്ഷെ മുഹമ്മദിനെതിരെ പാകിസ്ഥാൻ നടപടി സ്വീകരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. മസൂദ് അസർ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെടണം എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. മസൂദ് അസറിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാകും മരണവാർത്തയെന്ന് സൂചനയുണ്ട്. മസൂദ് അസറിന്റെ മരണം സ്ഥിരീകരിച്ചാൽ പോലും ജെയ്ഷെ മുഹമ്മദിനെതിരായ നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകും. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് മസൂദ് അസറിനും ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാക് വിദേശകാര്യമന്ത്രി SM ഖുറേഷിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ മസൂദ് എവിടെയെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. മസൂദ് മരിച്ചിട്ടുണ്ടോ എന്ന് സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിലയിരുത്തൽ. ഇന്ത്യ മസൂദിനെ വിട്ടുനൽകാൻ ആവശ്യപ്പെടുമ്പോൾ ഇത്തരം വിവരങ്ങൾ പ്രചരിപ്പിച്ച് പാകിസ്ഥാൻ ശ്രദ്ധ തിരിക്കുന്നതാകാം. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാകാം പ്രചാരണമെന്നും സംശയമുണ്ട്. പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാലും ശവസംസ്കാരം നടന്നതിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചാലേ ഇത് ഉറപ്പാക്കാൻ കഴിയൂ. മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ നൽകിയ പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയിലാണ്. മസൂദ് മരിച്ചാൽ തന്നെ ജെയ്ഷെ മുഹമ്മദിനെതിരായ ഇന്ത്യയുടെ നടപടികളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. സഹോദരന്മാരായ റൌഫ്, ഇബ്രാഹിം എന്നിവരടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാജ്യാന്തര വേദികളിൽ സമ്മർദ്ദം തുടരും. ന്യൂസ് 18, ഡൽഹി. ചിതറയിലെ CPM പ്രവർത്തകൻ ബഷീറിന്റെ കൊലപാതകം രാഷ്ട്രീയ വിരോധവും മുൻ വൈരാഗ്യവും മൂലമെന്ന് FIR. കോൺഗ്രസുകാരനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് പ്രതി ഷാജഹാൻ ആക്രോശിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഷാജഹാനെ കടയ്ക്കൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ബഷീറിന്റെ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യം മുൻനിർത്തിയാണ് എന്നായിരുന്നു CPM ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് കടക്കൽ പോലീസ് കടക്കൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും. രാഷ്ട്രീയ വിരോധവും വ്യക്തിവൈരാഗ്യവും മൂലമാണ് ഷാജഹാൻ ബഷീറിനെ കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ബഷീർ CPM-കാരനാണ്. പ്രതി ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനും. അപമാനിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം കാരണമാണ് ബഷീറിന്റെ വീട്ടിൽ കയറി കൊലപ്പെടുത്താനുള്ള കാരണം. കോൺഗ്രസുകാരോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് ബഷീറിനെ കൊലപ്പെടുത്തിയ ശേഷം ഷാജഹാൻ വിളിച്ചു പറഞ്ഞു. നിരന്തരം അക്രമ സ്വഭാവം കാണിക്കുന്ന പ്രതിയാണ് ഷാജഹാൻ. സ്വന്തം സഹോദരനായ സുലൈമാനെ കഴിഞ്ഞ മാസം ഷാജഹാൻ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. നാട്ടുകാർക്ക് നിരന്തരം ശല്യമുണ്ടാക്കുന്ന ആളാണ് ഷാജഹാനെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബഷീറിനെതിരായ രാഷ്ട്രീയ വൈരാഗ്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും കടക്കൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ന്യൂസ് 18, കൊല്ലം. കാസർകോട്ടെ ഇരട്ട കൊലപാതകം കേരളത്തിലുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദത്തിനും CPM-നെ പ്രതിരോധത്തിലാക്കിയതിനും പിന്നാലെയാണ് കൊല്ലം ചിതറയിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ കൊലപാതകമാണെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം CPM നിലപാടെടുത്തു. ഇക്കാര്യം തുറന്നു പ്രസ്താവിച്ചത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. രാഷ്ട്രീയ വൈരാഗ്യം മുൻനിർത്തിയുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ FIR. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമേ അല്ലെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസും മരിച്ച ബഷീറിന്റെ ചില ബന്ധുക്കളും.
നിരന്തരം അക്രമ സ്വഭാവം കാണിക്കുന്നയാളാണ് പ്രതി ഷാജഹാൻ എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കപ്പ വിൽപ്പന സ്ഥലത്തുണ്ടായ അടിപിടിയാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ചിതറ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരമോ? തെളിവെടുപ്പും മൊഴിയെടുക്കലുമൊക്കെ നടക്കുമ്പോൾ കേരളം ഇന്ന് ഇത് ചർച്ച ചെയ്യും. ഇന്ന് ശിവരാത്രി. പ്രളയാനന്തരം നടക്കുന്ന ശിവരാത്രി ആഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് വിപുലമായ സൌകര്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശിവരാത്രി ബലിതർപ്പണ ചടങ്ങുകൾക്കായി ആലുവ മണപ്പുറവും ഒരുങ്ങി. ശിവരാത്രിയോടനുബന്ധിച്ച് മെട്രോ അധിക സർവീസ് നടത്തും. വിനീത വിജി ചേരുന്നു വിവരങ്ങളുമായി. വിനീത, പ്രളയത്തിൽ അടിമുടി മുങ്ങിയ ക്ഷേത്രമാണ്. ഇനി അതിനുശേഷം നടക്കുന്ന ആദ്യ ശിവരാത്രിക്കായി എങ്ങനെയാണ് ആലുവ മണപ്പുറം ഒരുങ്ങിയിട്ടുള്ളത്? പ്രളയത്തിന് ശേഷം വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമാണ് ആലുവ ശിവക്ഷേത്രത്തിനടക്കം ഉണ്ടായത്. എന്നാൽ ഇതിനുശേഷം ഉണ്ടാകുന്ന ശിവരാത്രിക്കായി എല്ലാ ഒരുക്കങ്ങളും മുൻകൂട്ടി തന്നെ അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നിരവധി ആളുകൾ ശിവരാത്രിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1500ഓളം പോലീസുകാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇത്തവണത്തെയും ശിവരാത്രിക്കുള്ളത്. രാവിലെ 6:30 ദീപാരാധന തുടങ്ങും. ഇതിനോടുകൂടി ദീപാരാധനയ്ക്ക് ശേഷം ശിവരാത്രിയുമായി സംബന്ധിച്ച പ്രത്യേക പൂജകൾ ഉണ്ടാകും. ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള ബലിത്തറകളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരേ സമയം 2000 ആളുകൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആലുവ മണപ്പുറത്തും അതോടൊപ്പം തന്നെ അദ്വൈത ആശ്രമത്തിലുമാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് രാവിലെ മുതലേ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഹരിത പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും ഇത്തവണത്തെ ശിവരാത്രി നടക്കുക. ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് അന്നദാനത്തിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് തന്നെ മെട്രോ 3 മണിക്കൂർ അധിക സർവീസ് നടത്തും. സംസ്ഥാനത്ത് അതായത് കൊച്ചിയിൽ ആലുവ പ്രദേശത്തൊക്കെ തന്നെ ശിവരാത്രിയോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കും. വിശ്വാസികൾ ഭക്തർ ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച ക്ഷേത്രത്തിലേക്ക് അവർ എത്തുകയും മണപ്പുറത്ത് ഉറക്കമൊഴിച്ചിരുന്ന നാളെ ബലിതർപ്പണം നടത്തി പോകുന്ന ആളുകളും ഉണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വലിയ രീതിയിൽ, അതായത് പ്രളയത്തിന് ശേഷമുള്ള ശിവരാത്രിയാണ്. വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും നഗരസഭയുടെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ തയ്യാറായി കഴിഞ്ഞു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. ഇനി ലോക വാർത്തകൾ. അൾജീരിയയിൽ പ്രസിഡന്റ് അബ്ദുൾ അസീസ് ബൌട്ടിഫ്ലിക്കയ്ക്കെതിരായ പ്രതിഷേധം ശക്തമായി. 5ാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത്. 82കാരനായ പ്രസിഡന്റ് 2013 പക്ഷാഘാതം വന്നതിനെ തുടർന്ന് സ്വിറ്റ്സർലൻഡിൽ ചികിത്സയിലാണ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാലും ഉടൻ തന്നെ രാജ്യത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ നേതൃത്വത്തിന് ഭരണം കൈമാറുമെന്ന പ്രസ്താവനയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ബൌട്ടിഫ്ലിക്ക നടത്തി. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അൾജീരിയക്കാരും പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി തെരുവുകളിൽ പ്രകടനം നടത്തി. അഫ്ഗാനിസ്ഥാനിൽ പ്രളയത്തിൽ 20 പേർ മരിച്ചു. തെക്കൻ കാണ്ഡഹാർ പ്രവിശ്യയിലാണ് പ്രളയം കൂടുതൽ നാശം വിതച്ചത്. മഴയ്ക്കൊപ്പം മഞ്ഞുവീഴ്ചയും ശക്തമായതിനെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനം മന്ദഗതിയിലാണ്. 2000-ലധികം വീടുകൾ തകർന്നതായും 35 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഈ വർഷം പ്രളയത്തിൽ ഇതുവരെ 50 പേരാണ് മരിച്ചത്. ഓസ്ട്രേലിയയിലെ ബുനിയബ് ദേശീയ ഉദ്യാനത്തിലുണ്ടായ തീപിടുത്തത്തിൽ 5 കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. 65 കിലോമീറ്റർ വിസ്തൃതിയുള്ള പാർക്ക് കിഴക്കൻ മെൽബണിലാണ് സ്ഥിതി ചെയ്യുന്നത്. 120 ഫയർ എഞ്ചിനുകളും 20 വിമാനങ്ങളും ഉൾപ്പെടെയുള്ള വൻ സന്നാഹമാണ് തീയണയ്ക്കാൻ പരിശ്രമിക്കുന്നത്. ഉദ്യാനത്തിന്റെ സമീപത്ത് താമസിക്കുന്നവർക്ക് അഗ്നിശമന സേന പ്രത്യേക ജാഗ്രത നൽകി. ജനതാദൾ എസ് സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ MLA-മാരും പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതി യോഗവും ചേരും. എറണാകുളം YMCAയിലാണ് യോഗം നടക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമുള്ള വിദേശയാത്രയ്ക്ക് അധിക നിരക്ക് ഈടാക്കുന്നതിന് പിന്നിൽ രഹസ്യ ലോബികൾ എന്ന ആരോപണം. കൊച്ചിയിൽ നിന്നും അബുദാബിയിലേക്കുള്ള യാത്രയ്ക്ക്
16,500 രൂപ ഈടാക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പോകണമെങ്കിൽ 6,000 രൂപ അധികം നൽകണം. നിരക്ക് കൂടാൻ കാരണം വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോബികളാണെന്ന് ട്രാവൽ ഏജൻസികൾ ആരോപിച്ചു. തിരുവനന്തപുരത്തിന്റെ സ്വകാര്യവൽക്കരണത്തെ അനുകൂലിച്ച് ശശി തരൂർ MP രംഗത്തെത്തി. അബുദാബിയിലേക്ക് പോകാൻ എയർ ഇന്ത്യയിൽ തിരുവനന്തപുരത്തു നിന്നുള്ള യാത്രക്കാർ അധികം നൽകേണ്ടത് 6,000 രൂപയെങ്കിൽ എത്തിഹാദിൽ അധികമായി നൽകേണ്ടത് 10,000 രൂപ വരെ. ഇങ്ങനെ ഓരോ കമ്പനിക്കും തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടുന്ന ഓരോ വ്യക്തിയും 5,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. കൊച്ചിയിൽ യൂസർ ഫീ ഇല്ലെന്നിരിക്കെ തിരുവനന്തപുരത്ത് നൽകേണ്ടത് 1,000 രൂപയിലധികം. എയർപോർട്ട് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ തകർക്കാൻ ചില ലോബികൾ നടത്തിയ ശ്രമമാണിതെന്ന് ട്രാവൽ ഏജൻസി രംഗത്തുള്ളവർ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന സ്വകാര്യവൽക്കരണമാണ് പരിഹാരമെന്നും ഇവർ വാദിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കയ്യിലും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലും ഭീമമായിട്ടുള്ള പണമില്ല ഈ വിമാനത്താവളങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോൾ സ്വകാര്യവൽക്കരണം നടന്നാലേ തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഒരു എടുത്തുചാട്ടം നടക്കുള്ളൂ. തിരുവനന്തപുരം വിമാനത്താവളത്തെ തകർക്കാനും വികസനം തടയാനും പല ലോബികളും ഇവിടെ ശക്തി ചെലുത്തിയിട്ടുണ്ട്. ഇതാണ് 11.5 വർഷമാണ് 27 ഏക്കർ ഏറ്റെടുക്കാനും പുതിയ ടെർമിനൽ വരാനും എടുത്തത്. സ്വകാര്യവൽക്കരണത്തെ അനുകൂലിച്ച് ശശി തരൂർ MPയും രംഗത്തെത്തി. സ്വകാര്യ കമ്പനിക്ക് ഭൂമി നൽകില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ തരൂർ വിമർശിച്ചു. അതേസമയം സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്ന നിലപാടാണ് മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റേത്. കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന്റെ ബിഡ് അംഗീകരിച്ചെങ്കിലും ഇടപാട് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ വിമാനത്താവളം കൈമാറിയിട്ടില്ല. വിമാനത്താവളത്തിന്റെ അവകാശം ലഭിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തിനു വേണ്ടി KSIDC ലേലത്തിൽ പങ്കെടുത്തെങ്കിലും ഉയർന്ന രണ്ടാമത്തെ തുകയാണ് കോട്ട് ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം.